എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറ. മാധവ് സുരേഷും സിനിമയുടെ അണിയറ പ്രവർത്തകരും അശ്വന്ത് കോക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചത്. സിനിമ റിവ്യൂവിന് റിവ്യൂവർമാർ പണം വാങ്ങുന്നു, അതിപ്പോൾ അവർ നേരിട്ടല്ല ചില ഇടനിലക്കാർ വഴി എന്നായിരുന്നു മാധവ് സുരേഷിന്റെ മറ്റും ആരോപണം. ഇതിനെതിരെ യൂട്യൂബർ അശ്വന്ത് കോക്ക് അതിരൂക്ഷമായ ഭാഷയിൽ, ഒരുപക്ഷെ മോശം വാക്കുകൾ ഉപയോഗിച്ചു പോലും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. മാധവ് സുരേഷിന് ആ വിഷയത്തിൽ മറുപടി പറയണം എന്ന് മാധവിന് ആഗ്രഹമുണ്ട്. മാധവ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മാധവ് കേൾക്കാമല്ലോ അല്ലെ? നീ ഒന്നും പറയണ്ട, പറയട്ടോ, നീ പറയടാ. മാധവ് അശ്വന്ത് കോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. ഒരുപക്ഷെ അത് അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. ജോർജിന്റെ മുഖം ഒന്ന് നോക്കി, വളിച്ചിരിക്കുമായിരിക്കും അല്ലേ? അത് കേട്ടാ മതി. എത്രത്തോളം മോശം ഭാഷയിലായിരുന്നു. എന്താണ് മാധവനത് കേട്ടപ്പോ തോന്നിയത്? കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ വരട്ടെ, അതൊന്നും അല്ലല്ലോ അവന്റെ നമ്പർ, അവന്റെ ഇരിപ്പുണ്ടറിയാമല്ലേ എന്ന് വെച്ചിട്ട് അദ്ദേഹം നല്ലതും പറയുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും പുള്ളിനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റൂല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതെങ്ങനെ? കലാപതമുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. കാരണം നല്ല സിനിമകൾ വരുമ്പം നല്ലത് പറയുകയും മോശം വരുന്ന സമയത്ത് ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി റെസ്പെക്ട് ചെയ്യുന്ന, അത് അയാളുടെ കംപ്ലീറ്റ് അയാളുടെ ഒപ്പീനിയൻ ആണ്. കാരണം അയാൾ കാശ് കൊടുത്ത് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന അയാൾ തുറന്നു. ഞാനത് ഇപ്പോഴും റിവ്യൂ ചെയ്യുന്ന തെറ്റില്ല, തെറ്റും ശരിയും അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. സംശയമൊന്നുമില്ലല്ലേ? നിന്റെ അപ്പൻ വിശ്വസിച്ചു. ആ എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് എഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. നിരോധിക്കണം. പക്ഷെ അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ സംസ്കാരത്തിനോട് യോജിക്കുന്നില്ല. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. പക്ഷെ എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ട, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? താനേ എനിക്ക് മനസ്സിലായി, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാ. അപ്പോൾ പരസ്യമായിട്ട് ഒരു പക്ഷേ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. പാവപ്പെട്ടവരെ ചതിക്കരുത്. അതായത് അശ്വന്ത് കോക്കിന്റെ ഐ തിങ്ക് JSK റിവ്യൂ ചെയ്ത ഇതിലും അത്യാവശ്യം യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവില്ലട്ടാ. കുമ്മാട്ടിക്കളി അതിലെ അത്യാവശ്യം കളിയാക്കിപ്പെട്ട, ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഡയലോഗ് വെച്ച് ആളെന്നെ ഒരുപാട് തരം താത്തുന്ന രീതിയിൽ പറയാറുണ്ട്. ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാറ് പറയുന്നത്. ഞങ്ങൾ പോട്ടെ.